ജില്ലയിൽ രാത്രികളിൽ ആൾതാമസമില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇത്തരം കേസുകളിലെ മുൻ പ്രതികളെയും ജാമ്യത്തിലിറങ്ങി മുങ്ങിയവരെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 50-ലധികം ഭവനഭേദന കേസുകളിൽ പ്രതികളായ കൊളത്തൂർ കുറുവ സ്വദേശി കളന്തോടൻ അബ്ദുൽ കരീം, വഴിക്കടവ് സ്വദേശി വാക്കയിൽ അക്ബർ എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. മലപ്പുറം, പാലക്കാട്, വയനാട്, കോഴിക്കോട് ജില്ലകളിലായി 50-ലധികം മോഷണ കേസുകളിലെ പ്രതികളായ അബ്ദുൽ കരീം, അക്ബർ എന്നിവർ പകൽ സമയങ്ങളിൽ കാറിലും ബസ്സിലും യാത്ര ചെയ്ത് കറങ്ങി നടന്ന് ആൾതാമസമില്ലാത്ത വീടുകൾ കണ്ടുവച്ച ശേഷം രാത്രിയിൽ മോഷണം നടത്തി സ്വർണവും പണവും കവർച്ച ചെയ്യുന്നതാണ് രീതി. കിട്ടുന്ന പണം ബാംഗ്ലൂർ, ആന്ധ്ര, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ കറങ്ങി നടന്ന് ആഡംബര ജീവിതം നയിച്ച് ചിലവഴിക്കും. സ്ഥിരമായി മോഷണം നടത്തുന്ന ഇത്തരം പ്രതികൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുൽ കരീമിനെയും കൂട്ടുപ്രതികളായിരുന്ന പുളിയമടത്തിൽ അബ്ദുൽ ലത്തീഫിനെയും കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കാൻ ഉത്തരവിറക്കിയിരുന്നു. അതിൽ അബ്ദുൽ ലത്തീഫിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്ന അബ്ദുൽ കരീം ബാംഗ്ലൂർ, ആന്ധ്ര സംസ്ഥാനങ്ങളിലും നേപ്പാളിലും ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. അതിനിടെ വീണ്ടും ജില്ലയിൽ മോഷണം നടത്താൻ പദ്ധതിയിട്ട സംഘം മഞ്ചേരി നറുകര ഭാഗത്ത് ഒത്തുകൂടി ഫ്ളാറ്റ് എടുത്ത് ഒരാഴ്ചയായി താമസിച്ചു വരികയായിരുന്നു. രാത്രിയിൽ കാറിൽ കറങ്ങി നടന്ന് ആൾതാമസമില്ലാത്ത വീടുകൾ നോക്കിവെച്ച് മോഷണം നടത്താനായിരുന്നു പദ്ധതിയെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. അക്ബർ വഴിക്കടവ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന മോഷണ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് 1.5 മാസം മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത്. അബ്ദുൽ കരീമിനും അക്ബറിനും മിക്ക കേസുകളിലും കോടതിയുടെ അറസ്റ്റ് വാറന്റുകൾ നിലവിലുണ്ട്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് IPS, പെരിന്തൽമണ്ണ DYSP A പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ കൊളത്തൂർ SI ഷിജോ C തങ്കച്ചൻ, നിതിൻ ആന്റണി, ഡാൻസ് ഓഫ് സ്ക്വാഡ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.